ഇപ്പോൾ കരിമ്പ സ്കൂൾ പ്രധാന അധ്യാപകൻ ജമീർ ലൈനിലുണ്ട്. സർ, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ഈ മരിച്ച കുട്ടികൾ ആരെല്ലാമാണ് എന്നുള്ള വിവരങ്ങൾ അങ്ങേക്ക് ലഭ്യമാണോ? എന്തെല്ലാമാണ് അങ്ങേക്ക് അറിയാവുന്ന കാര്യങ്ങൾ? പോകുന്ന കുട്ടികളായിരുന്നു. ആ സമയത്ത് ഒരു ലോറി വന്ന് സൈഡിലുള്ള ഒരു വീടിന്റെ മുകളിലേക്ക് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ആ വഴിയിലുള്ള കുട്ടികളുടെ മുകളിലൂടെയാണ് വീണത്. 4 പെൺകുട്ടികളാണ് മരിച്ചത്. കുട്ടികളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അത് ഏകദേശം ഐഡന്റിഫൈഡ് ആണ്. പക്ഷെ എന്നാലും അത് കൺഫേം ചെയ്യാതെ പേര് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. സാർ, ഇപ്പോൾ എവിടെയാണുള്ളത്? ഏത് ഹോസ്പിറ്റലാണ്? തച്ചമ്പാറ ഹോസ്പിറ്റലാണുള്ളത്. അതെ അതെ. അവിടെയുള്ളത് 3 കുട്ടികളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. 3 പെൺകുട്ടികളാണ്. ഒരു കുട്ടി വട്ടമ്പല ഹോസ്പിറ്റലാണ്, മണ്ണാർക്കാട് ഉള്ളത്. മണ്ണാർക്കാടുള്ളത്. അതെ അതെ അതെ. ഈ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് കുട്ടികളെ എത്ര സമയത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനൊക്കെ സാധിച്ചിരുന്നു? ആദ്യത്തെ 2 കുട്ടികളെ പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചെങ്കിലും മറ്റു 2 കുട്ടികളെ കുറച്ച് താമസം ഉണ്ടായി. ലോറി മാറ്റേണ്ട ഒരു ചെറിയ താമസം ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂളിനോട് എത്ര അടുത്താണ് ഈ അപകടം ഉണ്ടായിരുന്നത്? സ്കൂൾ കുറച്ച് ഉള്ളിലേക്ക് 500 മീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ്. ബസ് സ്റ്റോപ്പില്, സ്കൂളിൽ നിന്ന് മെയിൻ റോഡില്. സ്കൂൾ വിട്ട ശേഷം എപ്പോഴാണ് ഈ അപകടം കൃത്യമായി ഉണ്ടാകുന്ന ഒരു സമയം അങ്ങ് അറിയുന്നത് എപ്പോഴാണ്? അപകടം നടന്നുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് കോൾ വന്നു. 5 മിനിറ്റേ ഉള്ളൂ സ്കൂളിൽ നിന്ന് മെയിൻ റോഡിലേക്ക്. അപ്പോൾ തന്നെ ഈ വാഹനം ഉയർത്താനോ, അതായത് ആദ്യത്തെ കുട്ടി എത്തരത്തിലാണ് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്? അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ചെല്ലുമ്പോൾ 2 കുട്ടികളെ കൊണ്ടുപോയി എന്നുള്ളവരാണ് എനിക്ക് കിട്ടിയത്. ബാക്കി 2 കുട്ടികളെ എടുക്കാനുള്ള അവിടെ ഉണ്ടായിരുന്നു. ലോറി കുറെ മാറ്റിയിട്ടാണ് എടുത്തത്. ഈ കുട്ടികൾ എത്ര പ്രായമുള്ളവരാണ്? എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരാണ്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് 4 പേര്. എല്ലാവരും? അതെ അതെ. ഈ കുട്ടികൾ അവിടെ തന്നെ ഉള്ള കുട്ടികളാണോ? അതായത് ആ പ്രാദേശികമായി നടന്നു പോകുന്ന ദൂരത്തിലുള്ള? അതെ അതെ അതെ, നടന്നു പോകുന്ന കുട്ടികളാണ്. വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് നടന്നു പോകുന്ന ദൂരത്തിലുള്ള കുട്ടികളാണ്. അതായത് പനയമ്പാടം സ്വദേശികളാണല്ലേ? അതെ, പനയമ്പാടം. അതെ അതെ അതെ. ഈ കുട്ടികളുടെ രക്ഷിതാക്കളടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല, എത്തിയിട്ടില്ല. അതാണ് ഞങ്ങൾ കൺഫേം ചെയ്ത് പറയാത്തത്. രക്ഷിതാക്കളൊക്കെ എത്തണേ ഉള്ളൂ. അവരെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? ഇത്തരം അപകടം വെച്ചിട്ടുള്ള കുട്ടികളെ നമ്മൾ ഏകദേശം ഐഡന്റിഫൈ ചെയ്ത് അവരെ അറിയിച്ചിട്ടുണ്ട്. അവരെ നാട്ടുകാരൊക്കെ കൂടി സഹകരിച്ച് അവരെ കൊണ്ടുവരുന്നുണ്ട്. എത്തിയിട്ടില്ല, ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല. ശരി, വളരെയധികം ശരി. എന്നാണെങ്കിലും വളരെയധികം നന്ദി. ആ സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ 4 കുട്ടികളാണ്, 4 പെൺകുട്ടികളാണ്, 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് മരിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ കുട്ടികളുടെ പേര് വിവരങ്ങൾ മാതാപിതാക്കളടക്കമുള്ളവർ വന്ന ശേഷം മാത്രമേ പുറത്തേക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലാണ് നമ്മളോട് പ്രധാന അധ്യാപകൻ സംസാരിച്ചത്. പനയമ്പാടം സ്വദേശികളാണ് വിദ്യാർത്ഥികൾ. അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ സ്കൂൾ വിട്ട് അവർ നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് ഈ സംഭവം ഉണ്ടാകുന്നു. ഉടൻ തന്നെ 2 കുട്ടികളെ അവിടെ നിന്ന് തച്ചമ്പാറ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. ബാക്കി 2 പേരെ പിന്നാലെയാണ് മാറ്റാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും അപകടത്തിൻ്റെ വ്യാപ്തി വലുതായിരുന്നു. വലിയ ഭാരമുള്ള വാഹനമാണ്, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ വാഹനം ഉയർത്താനുള്ള സാഹചര്യം മനുഷ്യസാധ്യമല്ല. അത് ക്രെയിൻ ഉപയോഗിച്ച് വേണം സാധിക്കാനായിട്ട്. അതിനുള്ള സമയമാണ് എടുത്തത്. എന്താണെങ്കിലും മനുഷ്യസാധ്യമായ വേഗത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. എന്നിരുന്നാൽ പോലും 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ്. 4 പേരും പെൺകുട്ടികളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അപകടത്തിൽ മറ്റൊരാൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മണ്ണാർക്കാട് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ വിവരങ്ങളിലേക്ക് നമുക്ക് കൂടുതലായി തന്നെ എത്താം. എന്താണെങ്കിലും അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. മരിച്ചത് 4 പെൺകുട്ടികളാണ്. പനയമ്പാടം സ്വദേശികൾ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ.